ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് ഇന്ന് നല്ലൊരു വെജിറ്റബിൾ കുറുമ റെഡിയാക്കിയാലോ? അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. എന്നിട്ട് രാവിലെ അത് കഴുകി ഒരു കുക്കറിലേക്കിട്ട് അതിനകത്തേക്ക് ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. അത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തത്. ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞിട്ട് ഗ്രീൻ പീസിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് പയറും ചേർത്തിന്. നമ്മൾ പിന്നെ ഓൾറെഡി ബീൻസാണ് സാധാരണ ഇതിന് ചേർക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പയറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലും കൂടെ അടിക്കാം. അപ്പോൾ ഒരു 2 വിസിലും കൂടെ അടിച്ച് ഇത് നന്നായിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായി മൂപ്പിച്ചെടുത്ത് നമ്മൾ വറവിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം ചേർക്കണം. അപ്പോൾ നന്നായി അത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലും ചേർത്ത് നമുക്കതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പും കൂടി ഇടാം. മല്ലിച്ചപ്പ് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ചപ്പാത്തിക്കും ദോശക്കും അങ്ങനെയുള്ള പിന്നെ നമ്മളെ വെള്ളയപ്പം അങ്ങനെയുള്ള സംഗതിക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഏറ്റവും സ്വാദിഷ്ടമായ നല്ലൊരു കുറുമയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കുറുമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുറുമ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു, സുഖനിദ്ര ആശംസിക്കുന്നു. താങ്ക് യു.